ഗൾഫ് നാടുകളുടെ വലിയ പ്രത്യേകത, നമ്മൾ ഈസാ നബി അലൈഹി സ്വലാം വരുന്നത് കാണട്ടെ, മഹ്ദിമാം വരട്ടെ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളല്ലേ, അതൊക്കെ കാണാൻ വലിയ കൗതുകത്തിൽ കാത്തിരിക്കുകയാണല്ലേ. പക്ഷേ ഗൾഫ് നാട്ടിലെ ബുർജ് ഖലീഫയും പിന്നെ വലിയ വലിയ ടവറുകളും ഇതൊക്കെ തന്നെ വലിയ അടയാളങ്ങളാണ്. അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളല്ലേ ഇതൊക്കെ. റസൂലുള്ളാഹി തങ്ങൾ പ്രവചിച്ചതല്ലേ, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ, വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിആ അശ്ശായി യതതാവലൂന ഫിൽ ബുന്യാൻ. ആടുമാടുകളെ ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ യതതാവലൂന ഫിൽ ബുന്യാൻ, ലോകത്ത് ഉയരങ്ങളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന കാലം. അന്ന് G+1 ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ ഫസ്റ്റ് ഫ്ലോർ. മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളുടെ വീട് മദീനയിൽ ഒരു നില കെട്ടിടമാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, പിന്നെ മേലെ ഒരു ഫ്ലോർ. തങ്ങൾ പറയാ ഉന്നതമായ നീളമുള്ള ഹൈറ്റുള്ള ബിൽഡിങ്. ബുർജ് ഖലീഫിനെ കുറിച്ച് എന്താ പറയാ? അത്വൽ ഫിൽ ആലം, ദ ടോളസ്റ്റ് ഇൻ ദ വേൾഡ്. അത്വൽ എന്നാ പറയാ. അത്വൽ, തൂല ഉപയോഗിക്കുക അതിന്. നമ്മളൊക്കെ നിരപ്പായി വെർട്ടിക്കലായിട്ടുള്ള സംഭവം, ഹൊറിസോണ്ടലാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് തോന്നിപ്പോകും. അല്ല, ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുക. 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമാണ് ഈ പ്രതിഭാസം ലോകം കാണുന്നത്. ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന ആളുകൾ ഹൈയസ്റ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി മത്സരിക്കുന്ന കാലം. ഗൾഫ് നാടുകളുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുള്ള ബിൽഡിങ്ങുകൾ, ഇങ്ങനെ ചുരുക്കുള്ള ഗ്ലാസ്സുള്ള ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോഴേ, ഇവിടെ പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? അത് മാത്രമോ, ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ടെക്നോളജി വേണം, എത്ര എഞ്ചിനീയറിംഗ് വേണം, എത്രയെല്ലാം സയൻസ് പഠിച്ച ആളുകൾ വേണം, ക്രെയിന് വേണ്ടേ, ഈ പേസ്റ്റൊക്കെ മേലോട്ട് എത്തിക്കണ്ടേ, കോൺക്രീറ്റ്, അവിടെ ചെന്നിട്ട് ഈ അലൂമിനിയം സ്ട്രക്ചർ ഉണ്ടാക്കണ്ടേ, എത്ര ഹൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകണം, ആരെ കൊണ്ടുപോകണത്? 2 മീറ്റർ പോലും ഹൈറ്റ് ഇല്ലാത്ത മനുഷ്യന്മാർ, ഇവരാണിത് ചെയ്യുന്നത്. അങ്ങനെ ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലോകത്ത് സയൻസ് എത്ര ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലം അന്ത്യനാളിൻ്റെ സൂചനയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളത് ഇന്ന് ലോകം അടുത്താണ്. അവിടെ നടക്കുന്നത് ഇപ്പം, അവിടെ മഴ പെയ്ത വെള്ളത്തിൻ്റെ ഫോട്ടോ ഇപ്പം എത്തിയിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡുകളെ കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. യാ അല്ലാഹ്.